സ്വാഗതം. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായസമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ചെറുപയർ പരിപ്പ് പായസം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എന്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ബൈ. പായസത്തിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ്, അതായത് മൂങ് ദാള്, ഞാൻ ഒരു കപ്പ് എടുത്ത് നന്നായിട്ട് കഴുകി വെള്ളം വാലാനായിട്ട് ഒരു അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പായസത്തിലേക്ക് ചവ്വരിയും കൂടെ വേവിച്ചിടുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. എൻ്റെ പിള്ളേർക്ക് ചവ്വരി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. അര കപ്പ് ചവ്വരിയിൽ ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കളർ മാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 2 കപ്പ് വെള്ളം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഇടാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തിടാം. കുറച്ച് നെയ്യ് ഒഴിച്ച് ആദ്യം തന്നെ തേങ്ങാക്കൊത്താണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഞാൻ ചെറിയ പീസായിട്ട് തേങ്ങാക്കൊത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. നെയ്യ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ റോസ്റ്റഡ് കാഷ്യൂനട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതും വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഉണക്കമുന്തിരിയും കൂടെ ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് കുക്കർ ഒരു പ്രാവശ്യം വിസിലടിച്ചു. ഇനി തീ ഓഫ് ചെയ്ത് അതിൻ്റെ എയർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചവ്വരിയും വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടുവെള്ളം ഊറ്റി മാറ്റിയിട്ട് നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. ഞാൻ 1 കപ്പ് ശർക്കരയിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഉരുക്കാനായിട്ട് വയ്ക്കാം. ജസ്റ്റ് എല്ലാ ശർക്കരയും ഒന്ന് ഉരുക്കി കിട്ടണം, അത്രേ ഉള്ളൂ. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും എല്ലാം ഉരുകിയിട്ടുണ്ടാവും. ഇനി അത് മാറ്റി വയ്ക്കാം. കുക്കർ ഓപ്പൺ ചെയ്തു. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പരിപ്പും ശർക്കര പാനിയും കൂടി ഒന്ന് നന്നായിട്ട് യോജിക്കുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പരിപ്പിലേക്ക് ശർക്കര നന്നായിട്ട് യോജിച്ച് കിട്ടട്ടെ. നല്ലൊരു തിള വന്നിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡീപ്പായിട്ടുള്ള ഒരു പാത്രത്തിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ മുഖത്തേക്ക് പൊട്ടിത്തെറിക്കാതെ ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2-2.5 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു നല്ല തിള വരട്ടെ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരി ഈ പായസത്തിൽ കിടക്കുന്നത് കാണാൻ നല്ല ഒരു രസമാണ്. നല്ലൊരു തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് തൻപാൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1.5 കപ്പ് തൻപാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ പായസം കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ പരിപ്പാണ്, അതിരിക്കും തോറും കുറുകും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു തള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പായസം ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള പായസമാണ്. ഇപ്പോൾ ഇതേ പായസത്തിൻ്റെ ചൂടാറിയപ്പോൾ അത് ഇത്തിരിയും കൂടി ഒന്ന് കുറുകിയിട്ടുണ്ട്. പക്ഷെ പപ്പടവും പഴവും വെച്ച് കുഴച്ച് തിന്നാൻ പറ്റിയ പാകമാണ്. ഇപ്പോൾ കുറച്ച് തിക്കായിപ്പോയി, ലൂസാക്കണം എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഇതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചൂടാക്കി ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ ഓണത്തിന് ഒരു ദിവസം ഇതുണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ, ടേക്ക് കെയർ. നല്ല അടിപൊളി പായസമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.